വെൽക്കം ടു പ്രെപ് സ്കെയിൽ. മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്, നമുക്കറിയാം കേരള ഹൈക്കോടതിയിലേക്കുള്ള അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എന്താണ് വരാൻ വേണ്ടി പോവുകയാണ്. നമ്മളെന്താണ് വളരെ അടുത്ത് തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പലരും അന്വേഷിക്കുന്നതാണ് എങ്ങനെയായിരിക്കും അതിൻ്റെ സിലബസ്, എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക, ഏത് രീതിയിലാണ്. കാരണം നമുക്കറിയാം എന്താണ് ഒരു ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഇന്റർവ്യൂ എന്നുള്ളൊരു 3 സ്റ്റേജുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പരീക്ഷ എന്ത് ചെയ്തിട്ടുള്ളത്, ക്രമീകരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് അത്യാവശ്യം എന്താണ് വളരെ നല്ലൊരു പോസ്റ്റ് തന്നെയാണിത്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് പരിശോധിക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുകയല്ല, മുൻവർഷ ചോദ്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്, നിലവിൽ എങ്ങനെയാണ് അതിലെന്താണ് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് 2014 മുതൽ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള 2024 വരെ ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാമുകളിലെ എങ്ങനെയായിരുന്നു ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു പാറ്റേൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പരിശോധിക്കുന്നത്. കാരണം നമ്മളെന്താണ് ഒരു മുൻവർഷ ചോദ്യങ്ങൾ അത് ഡിസ്കസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. മുൻവർഷ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ്, അതായത് മുൻവർഷങ്ങളിൽ എങ്ങനെയാണ് ഈ ഒരു ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാറിയിട്ടുള്ളത്, പുതിയ ട്രെൻഡും പാറ്റേണൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 2014 ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ വന്നിരുന്ന ഒരു രീതി നമുക്ക് നോക്കാം. അതായത് ഞാൻ സ്റ്റാറ്റിക് GK കറണ്ട് അഫെയർ എന്നുള്ള ഭാഗങ്ങൾ എങ്ങനെയായിരുന്നു ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്നില്ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് 2014 നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് 80-20 എന്നുള്ളൊരു പാറ്റേണാണ്. അതായത് 20 ചോദ്യങ്ങൾ എന്താണ് മാത്തമാറ്റിക്സിന്റെ ഭാഗത്തു നിന്നും, 80 ചോദ്യങ്ങൾ എന്താണ് സ്റ്റാറ്റിക് GKയും കറണ്ട് അഫെയർ ഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ച് സ്റ്റാറ്റിക് GKയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാമല്ലോ. നമുക്കിതാ ഈ 61ാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് എന്താണ്, ഹൗ മെനി റൗണ്ട് ടേബിൾ കോൺഫറൻസ് വേർ ഹെൽഡ് ബൈ ദി ബ്രിട്ടീഷ് ഗവൺമെന്റ് ടു ഡിസ്കസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ ആൻഡ് മെൻഷൻ ദി പ്ലേസ് വേർ സച്ച് കോൺഫറൻസ് വാസ് ഹെൽഡ് ഇൻ. ഓക്കെ, അതായത് എന്താണ് ഓരോ റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ അല്ലേ, അത് എവിടെ നടന്നു എന്നൊക്കെയാണ് എന്തുള്ളത് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതായത് സ്റ്റാറ്റിക് GKയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്താണ് സാധാരണ രീതിയിൽ കണ്ട് മറന്നിട്ടുള്ള ചോദ്യങ്ങൾ. കാരണം എന്താണ് നോക്കണം, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ നടക്കുന്നത് അല്ലേ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നടന്നിട്ടുള്ളത്, അത് എവിടെ നടന്നു അല്ലേ. ഈ ചോദ്യത്തിൻ്റെ ഒരു പാറ്റേൺ നോക്കിയേ, ഇതാ 1 ലണ്ടൻ, 3 ലണ്ടൻ, 2 എന്താണ് 1 in ലണ്ടൻ ആൻഡ് അതർ ഇൻ ഡൽഹി, 1 in ലണ്ടൻ, 1 in ബോംബെ ആൻഡ് 1 in ഡൽഹി. ആ ഒരു പാറ്റേൺ ആണ് തന്നിട്ടുള്ളത്. നമ്മളെന്താണ് പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നു, എവിടെ നടന്നു, ആ രീതിയിൽ ഇവിടെ തന്നിട്ടുള്ള ഈ പിന്നെ ആൻസറിന്റെ ആ ഒരു പാറ്റേൺ നോക്കിയേ, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷന്റെ പാറ്റേൺ നിങ്ങൾ നോക്കിയേ. എങ്ങനെയാ, 1 മാത്രം എന്താണ് ലണ്ടനിൽ നടന്നു, 3 എന്താണ് ലണ്ടനിൽ നടന്നു, പിന്നെ എന്താണ് 2 ലണ്ടനിലും 1 ഇവിടെ ഈ പറഞ്ഞ ഡൽഹിയിൽ നടന്നു. ആ ഒരു രീതിയിലുള്ള പാറ്റേണിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള രീതിയിലാണ് എന്തുള്ളത്. അടുത്ത ചോദ്യം നോക്കൂ, ദ നാഷണലൈസേഷൻ ഓഫ് 14 മേജർ ബാങ്ക്സ് ഇൻ ഇന്ത്യ വാസ് ഇൻ ദി ഇയർ അല്ലെ. നമ്മൾ സാധാരണ രീതിയിൽ എന്താണ് അതും എന്താണ് നോർമലി നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അതായത് നമ്മുടെ ഇക്കണോമിക്സിന്റെ ഭാഗത്ത് ഇന്ത്യൻ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, RBIയും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കാര്യമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ആ രീതിയിലാണ് എന്തുള്ളത് രണ്ടാമത്തെ ആ ചോദ്യം എന്താ അല്ലെ 62ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അടുത്ത ചോദ്യം നോക്കൂ, ഓപ്പറേഷൻ വിജയ് ബൈ ദി ഇന്ത്യൻ ആർമി ഈസ് കണക്റ്റഡ് വിത്ത് അല്ലെ. നമ്മളെന്താണ് പ്രധാനപ്പെട്ട ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് സ്റ്റാറ്റിക് GK ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്താണ് എന്ത് ചെയ്തിട്ടുള്ളത് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അടുത്ത് നോക്കൂ, ദ ഓഥർ ഓഫ് ദി ഹിസ്റ്റോറിക്കൽ നോവൽ കേരള സിംഹം അല്ലെ, കേരള സിംഹം അതായത് കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ദ ഹിസ്റ്റോറിക്കൽ തെരസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് വാസ് ഇഷ്യൂഡ് ബൈ അല്ലെ, എന്താണ് കേരളത്തിന്റെ ആധുനിക ചരിത്രവുമായിട്ട് അല്ലെങ്കിൽ എന്താണ് കേരളത്തിലെ ലിറ്റററി സോഴ്സസ് അല്ലെ, കേരളത്തിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിറ്റററി സോഴ്സും എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെയൊക്കെ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നമുക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സെഷൻ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ഏത് മേഖലയിൽ നിന്നാണ്, ഏത്
ഫോമാറ്റിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യേണ്ടത് അല്ലേ. ഏത് എന്താണ് ഫോമാറ്റിൽ വന്നു, ആ ഫോമാറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സെഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് അല്ലെങ്കിൽ വാസ് വേർ എന്താണ് ഏഡഡ് ടു ദി പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ ദി 42nd അമെൻമെന്റ് ടു ദി എന്താണ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. എന്താണ് നമ്മളെന്താണ് ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെന്താണ് സാധാരണ പഠിക്കുന്നതാണ് അല്ലെ. 42ാമത്തെ ഭേദഗതി, 44ാമത്തെ ഭേദഗതി തുടങ്ങിയ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിക്കണം അല്ലെ. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നോക്കൂ, ദി ആർട്ടിക്കിൾ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഗ്യാരണ്ടീസ് ദി റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെ. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്താണ് ഏത് രീതിയിലാണ് ഈ പറഞ്ഞിട്ടുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഏത് ആർട്ടിക്കിളിലാണ് എന്നുള്ള രീതിയിൽ. കാരണം എന്താണ് ഈ ഒരു ചോദ്യം നമ്മൾ എന്തായിട്ട് ഒരു 2 or 3 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സെയിം ചോദ്യം അല്ലെങ്കിൽ ഈ സെയിം ഫാക്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫോളോ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ഏരിയ, അതായത് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ, അതിലെന്താണ് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭേദഗതിയിൽ തുടങ്ങിയവരൊക്കെ നോക്കൂ. 100ാമത് ഭരണഘടനാ ഭേദഗതി ഏത് വർഷമാണ് എന്തിട്ടുള്ളത്, പാസ്സാക്കിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ. അതായത് ഭരണഘടനാ ഭേദഗതി എന്നുള്ള ഭാഗത്ത് നിന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ, നോക്കൂ അടുത്ത നോക്കൂ. ദ ഫിലിം വിച്ച് വോൺ ദി പാൽമെ ഡിയോർ അറ്റ് ദി 2015 കാൻ ഫിലിം ഫെസ്റ്റിവൽ ഈസ് എ എന്താണ് ഡാഷ് ഫിലിം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എന്താണ് കറണ്ട് അഫെയറിന്റെ ഒരു ഇമ്പോർട്ടൻസ് നോക്കണം. അതായത് 2015 അല്ലെ, 2015 എന്താണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയിട്ടുള്ള പടം എന്താണ് ചിത്രം, ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നോക്കൂ, ദ നെയിം ഓഫ് ദി പെയിന്റിംഗ് ബൈ പാബ്ലോ പിക്കാസോ വിച്ച് വാസ് ഓക്സൻഡ് ഫോർ US എന്താണ് 179.3 മില്യണിൽ എന്താണ് മെയ് 2015 എന്താണ് ഓപ്ഷൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏതാണ് പെയിൻറ്റിങ് ഏതാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ. അപ്പോൾ കറണ്ട് അഫെയർസിന് എന്തുണ്ട്, വളരെ അധികം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. നോക്കൂ, അതായത് ഇതാണ് സ്പോർട്സിൻ്റെ മേഖലയിൽ നിന്ന് വന്നൊരു ചോദ്യമാണ് അല്ലേ. 2015 എന്താണ് ഫ്രഞ്ച് ഓപ്പൺ ടൈറ്റിൽ ആർക്ക് ലഭിച്ചു എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫോർമാറ്റ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ, അതായത് എന്താണ് ഒരു പാസേജ് തന്നിട്ട് ആ പാസേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, അതായത് നമുക്കറിയാം എന്താണ് റീഡിംഗ് കോംപ്രിഹെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലേ. 26 മുതൽ 30 വരെ എന്താണ് ഈ ഒരു പാസേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ മുഴുവൻ ചോദ്യങ്ങൾ എടുത്തില്ല. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ചോദ്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അതായത് നമുക്ക് എന്താണ് നമ്മൾ നോർമലി നമ്മൾ കേരള PSCയിൽ എന്താണ് ഈ ഇംഗ്ലീഷിൽ എന്താണ് ഈ ഒരു ഫോർമാറ്റിലല്ല നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ശീലിച്ചിട്ടുള്ളത് അല്ലേ. എന്നാൽ എന്താ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എന്താണ് SSC RRB എക്സാമുകളിലൊക്കെ ഈ ഒരു എന്താണ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ഈ ഒരു രീതിയിൽ എന്താണ്, അതായത് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ കണ്ടെത്തുന്ന രീതിയിൽ ഉള്ള എന്താണ് ചോദ്യങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി മറ്റൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ് പിന്നീട് വന്നിട്ടുള്ളത്, നോക്കൂ ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു അല്ലെ, ഒരു എന്താണ് പാരഗ്രാഫ് തന്നു, അതിൽ എന്താണ് ചോദ്യങ്ങൾ വരുന്ന രീതിയിൽ. എന്താണ് ക്വസ്റ്റ്യൻ 51 ചൂസ് ദി കറക്റ്റ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദി പാരഗ്രാഫ് അല്ലെ. എന്താണ് ആ പാരഗ്രാഫിൽ നിന്നും അതായത് വിട്ടുപോയിട്ടുള്ള എന്താണ് കാര്യങ്ങൾ കണ്ടെത്തുക. അതായത് എന്താണ് 3 ഇതെന്താണ് ബ്ലാങ്കുകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ ആ 3 ബ്ലാങ്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ള രീതിയിൽ. പിന്നെ എന്താണ് ചൂസ് ദി അപ്രോപ്രിയേറ്റ് വേർഡ് എന്നുള്ള രീതിയിൽ നിന്നാണ് മറ്റൊരു ചോദ്യങ്ങൾ വന്നിട്ട്. അപ്പൊ അത്തരത്തിലൊരു സെറ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഇംഗ്ലീഷിന്റെ ഭാഗങ്ങൾ നമുക്ക് എന്താണ് കാണാൻ വേണ്ടി പറ്റുക. പിന്നെ എന്താണ് ചൂസ് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലെ. ക്വസ്റ്റ്യൻ ടാഗ് എന്ന രീതിയിൽ എന്താണ് സെറ്റായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. 2 എന്താണ് സെറ്റ് എന്താണ് ക്വസ്റ്റ്യൻ ടാഗുകൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. പിന്നെ എന്താണ് ഇത് നോക്കൂ, നമ്മുടെ സിനോണിമി അല്ലെ. സിനോണിമിലും എന്താണ് വന്നിട്ടുള്ളത് നോക്കൂ. അതായത് എന്താണ് ഒരൊറ്റ സെറ്റായിട്ട് അല്ലെ, സെറ്റായിട്ടാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ആ സെറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ സിനോണിമസും കാര്യങ്ങളും എന്ത് ചെയ്യണം, കണ്ടെത്തണം. അതായത് വൊക്കാബുലറിയിലും എന്താണ് വളരെയധികം എന്താണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്താണ് ഒറ്റ ചോദ്യങ്ങളും കാര്യങ്ങളും നല്ല വന്നിട്ടുള്ളത് എന്താണ് ആ ഒരു ആദ്യത്തെ പാറ്റേണുകളിൽ എന്താണ് ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ വന്നിട്ടില്ലത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 2014 മുതൽ ഇങ്ങോട്ടേക്ക് എന്താണ് ഈ ഒരു ഫോർമാറ്റിലേക്ക് എങ്ങനെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ ലേറ്റസ്റ്റ് അല്ലെ, ലേറ്റസ്റ്റ് 2024 വരുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫോർമാറ്റ് മാറിയിട്ടുള്ളത് എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിശോധിച്ച് പോകുന്നത്. നോക്കിയേ, അതായത്
സ്റ്റേറ്റ്മെന്റ് ബേസ് ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ബേസ് ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. ഇത് നോക്കൂ, മാച്ച് ദി ഫോളോയിങ്ങിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നോക്കൂ, അതായത് ഓപ്പറേഷൻ കരുണ, ഓപ്പറേഷൻ മദത്, ഓപ്പറേഷൻ സഹയോഗ്, ഓപ്പറേഷൻ സഹായത എന്നൊക്കെ പറഞ്ഞ നമ്മളെന്താണ് നമ്മൾ കുറച്ച് എന്താണ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന്റെ കുറച്ച് ദൗത്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ അത് ഏതൊക്കെ ഡിഫൻസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടാന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നോക്കൂ, എന്താണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. സയൻസിന്റെ ഭാഗത്ത് വന്നൊരു ചോദ്യമാണ്. നെക്സ്റ്റ് നോക്ക്, കേരള റിനേസൻസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, മാച്ച് ദി ഫോളോയിങ്ങിന്റെ എന്താണ് ചോദ്യങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. സ്പോർട്സ് എന്ന ഭാഗത്ത് നിന്ന് മാച്ച് ദി ഫോളോയിങ്ങിന്റെ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിൽ എന്താണ് പ്രധാനപ്പെട്ട ആളുകൾ, അപ്പോൾ അവരും ആ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട മേഖല ഏതാണെന്ന് വന്നിട്ടുണ്ട്. എന്താണ് ഫുട്ബോൾ വന്നിട്ടുണ്ട്, നോവലിസ്റ്റ്, സയന്റിസ്റ്റ്, ഫിലിം ഡയറക്ടർ എന്നൊക്കെ രീതിയിൽ ആളുകളെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ട്രക്ചർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. പിന്നെന്താണ് നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള എന്താണ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ അല്ലെ, എന്താണ് പാരഗ്രാഫ് തന്ന് ആ പാരഗ്രാഫിൽ നിന്നും എന്ത് ചെയ്യണം, പാരഗ്രാഫിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ നോക്കൂ, CRPC ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അല്ലെ. CRPC അതാണ് നമുക്ക് എന്താണ് ഹൈക്കോടതിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതിൽ എന്താണ് ഒരു ലീഗൽ അവയർനെസ് നമുക്ക് ഉണ്ടാകുന്ന രീതിയിൽ, അതായത് നോ വുമൺ ക്യാൻ ബി അറസ്റ്റഡ് ബിഫോർ 6 AM ആൻഡ് ആഫ്റ്റർ 6 PM except in exceptional circumstances with the prior permission of the first class judicial magistrate is mentioned in. അതായത് എന്താണ് നമുക്കറിയാം, എന്താണ് നിലവിൽ എന്താണ് CRPS എന്താണ് നിലവിലില്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് ലോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പൊ CRPSയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു എന്താണ് ലോയുടെ അവയർനെസ് എന്താണ് നമ്മളെ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എക്സാമുകളിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, നമുക്കൊരു ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് പിന്നീടുള്ള ഒരു വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള എന്താണ് ചോദ്യമാണ്. അതായത് എന്താണ് ഓരോ സെറ്റായിട്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരും. ഇപ്പോൾ ഇതാണ് ദ ജനറൽ മാനേജേഴ്സ് സഡൻ ക്യാൻസലേഷൻ ഓഫ് പ്രോഗ്രാം അഗ്രീഡ് മെനി എംപ്ലോയീസ് എന്നുള്ളൊരു നോർമലി നമ്മൾ കാണാനുള്ള ചോദ്യങ്ങൾ. അതായത് ഈ അണ്ടർ ലൈൻ ചെയ്തിട്ടുള്ള അതിൻ്റെ എന്താണ് മീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തുന്ന രീതിയിൽ. പിന്നെ എന്താണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇവിടെ നിങ്ങൾ നോക്കിയേ, നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് വന്നിട്ട് അദ്ദേഹത്തിന്റെ പേര് അല്ലെ നോക്കി, ശരത് അരുൺ ബോബ്ഡെ. നമുക്ക് എന്താണ് SJ ബോബ്ഡെ എന്ന് നമ്മൾ എന്താണ് ആ കാലഘട്ടത്തിൽ പഠിച്ചത് അല്ലെ. SJ ബോബ്ഡെ ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ എന്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിന്റെ ഫുൾ എന്താണ് നെയിം വരെ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യം വന്നിട്ടുണ്ട്. നോക്കൂ, ശരൺ അപരൻ ബോബ്ഡെ, ശിവം അരവിന്ദ് ബോബ്ഡെ, സനന്ത് അരവിന്ദ് ബോബ്ഡെ. അപ്പോൾ ഇതാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അല്ലേ ആ ഒരു വ്യക്തിയുടെ പേര് എന്ത് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ. നമുക്ക് എന്താണ് SJ ബോബ്ഡെ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കേട്ടിട്ട് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ് അതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നോക്കൂ, ആർട്ടിക്കിൾസ് അല്ലെ, എന്താണ് ഫ്രീഡം ഓഫ് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളത് ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കറിയാം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഴുതി തന്നെയാണ് ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ ആ ഒരു രീതിയിൽ റേഞ്ച് ഏത് എന്താണ് ആർട്ടിക്കിളുകളാണ് അല്ലെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നോക്കൂ, വാട്ട് ക്യാൻ ബി ദി മാക്സിമം പീരീഡ് ഓഫ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ 2 സെഷൻസ് ഓഫ് ദി ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് 2 സെഷൻസ് തമ്മിലുള്ള എന്താണ് ഈ ദൈർഘ്യം ഏതാണെന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് who among the following is not a member of the Reserve Bank of India's Monetary Policy Committee. അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റിന്റെ അതിൽ മെമ്പർ അല്ലാത്ത രീതിയിൽ അത്തരത്തിലൊരു ഡെപ്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങൾ പോയിട്ടുണ്ട്. എക്കണോമിക്സിൽ സാധാരണ നമ്മൾ എന്താണ് കണ്ടുവരാത്തൊരു രീതിയിലുള്ള ചോദ്യമാണിത്. കാരണം എന്താണ് നമ്മൾ നോർമലി എന്താണ് എക്കണോമിക്സിൽ കാണുന്ന ചോദ്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, 5 year പ്ലാനിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ എന്താണ് നമ്മുടെ മോഡേണൈസേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ റിഫോംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടാവും. എന്നാൽ നമ്മുടെ RBIയുമായിട്ട് ബന്ധപ്പെട്ട് RBIയുടെ മോണിറ്ററി പോളിസിയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് പഠിക്കാറുണ്ട് അല്ലേ. മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര ആളുകളുണ്ട്, ആരൊക്കെയാണ് എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ ആ കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആരാണെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ എന്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. അതായത് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കുറച്ച് ഇൻഡപ്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു പാറ്റേണിലേക്കാണ് നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ എന്തിട്ടുള്ളത് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ നോക്കൂ, fill in the blanks with suitable prepositions. അപ്പോൾ എന്താണ് ഒരു സെറ്റ് എന്താണ് കാര്യങ്ങൾ എന്തിട്ടുണ്ട് തന്നിട്ടുണ്ട് അല്ലെ. പ്രപ്പോസിഷന്റെ ഒരു സെറ്റ് തന്നെ എന്തിട്ടുണ്ട് തന്നിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ മാറുന്നുണ്ട്.
നോക്കൂ, ഐഡന്റിഫൈ ദി മിസ്പെൽറ്റ് വേർഡ് അല്ലെ, ഐഡന്റിഫൈ ദി മിസ്പെൽറ്റ് വേർഡ് എന്താണ്, ഒരു സെറ്റ് രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്, അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇംഗ്ലീഷിൽ വൊക്കാബുലറി ഒക്കെ ഉള്ള അല്ലെ എന്താണ് വൊക്കാബുലറിയിലുള്ള പ്രാവീണ്യം എന്താണ് വളരെയധികം ഉണ്ടായിരിക്കണം. അപ്പോൾ വൊക്കാബുലറി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ, സെറ്റ് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുക വരിക. ആ രീതിയിലേക്കുള്ള ഒരു എന്താണ് ഒരു പാറ്റേൺ ആണ് എന്ത് ഈ ഒരു കാര്യത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നോക്കൂ, ചില അബ്രീവിയേഷൻസ് വെച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദി 4 അബ്രീവിയേഷൻസ് ഈസ് റിലേറ്റഡ് ടു കോവിഡ് ഇൻസിഡൻസസ്. നമുക്കറിയാം എന്താണ്, നമ്മളെ COVID-19 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലെ ARPU, TPR, BARC, TRP അല്ലെ, എന്താണ് ഇതിലേതാണ് നമ്മൾ COVID-19 ബന്ധപ്പെട്ടിട്ടൊക്കെ ഇടുക. അപ്പോൾ ആ ഒരു രീതിയിൽ കറണ്ട് അഫെയർക്ക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ എന്താണ് ഇതിൽ TPR അല്ലെ, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് നമ്മൾ എന്തിട്ടുണ്ട് സാധാരണ കേൾക്കുന്നതാണ് COVID-19 ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. പിന്നെ നോക്കൂ, ടെസ്റ്റിംഗ് ഓഫ് ദി റഷ്യൻ വാക്സിൻ സ്പുട്നിക് 5 ഇൻ ഇന്ത്യ ഹാസ് ബീൻ എൻട്രസ്റ്റഡ് ടു ദി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായിട്ടൊക്കെയാണ് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള സ്പുട്നിക് 5 എന്നുള്ള രീതിയിൽ അല്ലെ. നമുക്കറിയാം എന്താണ് COVID-19-നെതിരായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ആദ്യത്തെ വാക്സിനാണ് ഇത് സ്പുട്നിക് 5 എന്നുള്ളത്. ഇത് ആ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ ഒരു രീതി എന്താണ്, ഏതാണ് വാക്സിൻ എന്നല്ല, അത് ഇന്ത്യയിൽ ഇത് എന്താണ് ടെസ്റ്റ് ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് ഏജൻസിയുമായിട്ട് അല്ലെങ്കിൽ ഏത് സ്ഥാപനവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ വരുന്നത്, ചോദ്യങ്ങളുടെ പാറ്റേൺ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം നോക്കൂ, ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ ആ ഒരു പാറ്റേൺ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടുള്ളത് തരുന്നത്. പിന്നെ നോക്കൂ, ഈ ഒരു പാറ്റേൺ നമ്മൾ സാധാരണ കണ്ട് വരുന്ന നമ്മുടെ ഡിഗ്രി ലെവൽ PSCയിലൊക്കെ കണ്ടുവരുന്ന പാറ്റേൺ. ഇത് 2022 ഒരു പാറ്റേൺ ആണ്. 2022 എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചോദ്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അതായത് എന്താണ്, നോർമലി നമ്മൾ കാണുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അല്ലേ. ദ പ്ലൂറൽ വേർഷൻ ഓഫ് മാഗ്നം ഓപ്പസ് ഈസ്, അപ്പോൾ എന്താണ്, മൈ വൈഫ് വെന്റ് ടു ഡാഷ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്താണ് സാധാരണഗതിയിൽ PSCയിൽ കാണാറില്ല അല്ലെ, ഡിഗ്രി ലെവൽ എക്സാമുകളിലൊക്കെ കാണാറുള്ള രീതിയിലുള്ള ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഫോമാറ്റിലെ ചോദ്യങ്ങൾ എന്നുള്ള എന്താണ് രീതിയിലേക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ചൂസ് ദി വേർഡ് എന്താണ് നമ്മുടെ സിനോണിം അല്ലെ, ആ ഒരു രീതിയിൽ പിന്നെന്താണ് കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് അത് എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത് അവർ ഓർഡറും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. ഏത് ഗ്രൂപ്പിലാണ് എന്ത് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ളത്, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വൊക്കാബുലറിക്ക് എന്താണ് വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ വന്നില്ല. പിന്നെ സാധാരണഗതി നമ്മൾ കാണാറുള്ള പോലെ എന്താണ് ആന്റോണിം അല്ലെ, നോവൈസിന്റെ ആന്റോണിം എന്നാണ് എന്നുള്ള രീതിയിൽ ആന്റോണിം സിനോണിം നമ്മുടെ എന്താണ് പ്രിപ്പോസിഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്താണ് ഇംഗ്ലീഷിനൊക്കെ വളരെയധികം പ്രാധാന്യം വരുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പം നോക്കുക, ഭാരതീയ ന്യായ സംഹിത BNS അല്ലെ, നമ്മൾ എന്ത് ചെയ്തു ഇന്ത്യൻ പീനൽ കോഡിന് പകരം റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലായിട്ട് ഇത് വന്നിട്ടുണ്ട്. കാരണം അതിൽ എത്ര സെക്ഷൻ ഉണ്ട് എന്നൊക്കെ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലെ, അതിൽ എത്ര സെക്ഷൻ ഉണ്ട്. ഇപ്പം നോക്കൂ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2, അതായത് എന്താണ് UN ഹെറിറ്റേജ് സൈറ്റും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ മൊഡ്യൂളിനെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് സിലബസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എന്താണ് മനസ്സിലാക്കാം. അതിൽ ഓരോ മൊഡ്യൂളിലും ഏത് രീതിയിൽ ചോദ്യങ്ങൾ ഏത് ഡെപ്ത് വരെ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ചോദ്യത്തിന്റെ പാറ്റേൺ ആണ് മനസ്സിലാക്കേണ്ടത് അല്ലെ. ആ സിലബസ് നമ്മൾ കണ്ടു, സിലബസ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യണം, ആ ഒരു പാറ്റേൺ മനസ്സിലാക്കണം. ഏത് ഡെപ്ത് വരെ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡെപ്തിലേക്ക് നമ്മളുടെ പഠനം എന്ത് ചെയ്യണം കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അനലൈസ് ചെയ്യണം. ഇത് നോക്കൂ, ഐഡന്റിഫൈ ദ മിസൈൽസ് ഡെവലപ്ഡ് അണ്ടർ ദ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ആ സമയത്ത് നമ്മുടെ എന്താണ് ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന മിസൈൽ എന്താണ് ഡെവലപ്പ് ചെയ്ത മിസൈലുകൾ ഏതൊക്കെയാണ്, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ നമുക്കറിയായിരിക്കും, പക്ഷേ എന്താണ് ഇവിടെ 4 എന്താണ് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ അത്തരത്തിൽ എന്താണ് ഏതൊക്കെയാണ് അത്തരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമ്മൾ എന്താണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 2024 നമ്മൾ എന്ത് ചെയ്യുന്നത് പോകുന്നത്, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളത് നോക്കണം. അതായത് 2024 എന്ത് ചെയ്തു, ഫസ്റ്റ് മദർഷിപ്പ് ടു വിസിറ്റ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് അല്ലെ, ജൂലൈയിൽ എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ് ആ രീതിയിൽ കറണ്ട് അഫെയറിൽ എന്താണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നോക്കൂ, പാരീസ് ഒളിമ്പിക്സിൽ 2024 എന്താണ് നദാൽ എന്താണ് USA വോൺ ദി ഗോൾഡ് മെഡൽ ഇൻ എന്താണ് 100 meters റേസ് ബൈ ഫിനിഷിംഗ് എഹെഡ് ഓഫ് ജമൈക്കാസ്
തോംസൺ ബൈ എന്താണ് എത്ര സെക്കൻഡ് വ്യത്യാസത്തിലാണ് എന്തെയ്യുന്നത് വിജയിച്ചിട്ടുള്ളത് എന്നൊക്കെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് കറണ്ട് അഫയറിൽ നിന്ന് എന്താണ് മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകൾ ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ട് നമ്മൾ എന്താണ് പഠിക്കുന്ന സമയത്ത് എന്താണ് ആര് ജയിച്ചു, ആര് സെക്കൻഡ് കിട്ടി, അല്ലെ ആർക്ക് 3ാം സ്ഥാനം കിട്ടി. പിന്നെ ഒളിമ്പിക്സിൽ എന്താണ് ഇന്ത്യയുടെ ഏതെങ്കിലും കാര്യങ്ങളും അല്ലെ ഇന്ത്യയുടെ ഏതെങ്കിലും മെഡലും കാര്യങ്ങളും ഇന്ത്യക്ക് ഏതെങ്കിലും രീതിയിൽ മെഡൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കും. അപ്പം അത് മാത്രമല്ല ചോദിച്ചിട്ടുള്ളത് അല്ലെ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും അല്ലെ ഓട്ടത്തിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കിട്ടിയ വ്യക്തികൾ എന്താണ് ഫസ്റ്റും സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടായതിന്റെ ആ ഒരു വ്യത്യാസം അല്ലെ സ്പീഡിൽ ഉണ്ടായ വ്യത്യാസം വരെ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് എന്താണ് ദൂര വ്യത്യാസം വരെ എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യണം കറണ്ട് അഫയറിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെ നോക്കൂ. ഐഡന്റിഫൈ ദ മിസ്മാച്ച് പെയർ എമംഗ് ദി ഫോളോയിങ്. അപ്പൊ എന്താണ് കുറച്ച് എന്താണ് ഇന്ത്യയിലെ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അവരുടെ എന്താണ് ബുക്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലെ. അതിൽ എന്താണ് റിലേറ്റഡ് ആവാത്ത ആരാണ് എന്നൊക്കെ രീതിയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയറും കാര്യങ്ങൾ അല്ലെങ്കിൽ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേഴ്സണാലിറ്റീസും കാര്യങ്ങൾ അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കാര്യങ്ങൾ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ബുക്കുകൾ അത്തരത്തിലുള്ള മേഖലയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നോക്കൂ ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഹൈക്കോർട്ട് ഓഫ് കേരള എമംഗ് ദി ഫോളോയിങ്. കേരള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം കേരള ഹൈക്കോടതി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയവ എന്ത് ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും മനസ്സിലാക്കേണ്ടി വരും. കാരണം എന്താണ് ഹൈക്കോടതി അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അതിൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ നമ്മുടെ ബേസിക് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം മനസ്സിലാക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ദി കൺവേർട്ട് സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. നമ്മളതാണ് സാധാരണ PSC എക്സാമ്പിളിൽ കാണാറുള്ള രീതിയിലുള്ള ഇംഗ്ലീഷാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് കേട്ടോ റോങ്ലി സ്പെൽറ്റ് വേർഡ് ചോദ്യം ആയിട്ട് വന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ എറർ ഇൻ ദി ഫോളോയിങ് സെന്റൻസ് അല്ലെ എറർ എന്ത് ചെയ്യണം നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഈ ഒരു രീതിയിൽ എന്താണ് ഈ ഒരു രീതി എന്താണ് 2024 വരുമ്പോൾ നമുക്ക് എന്താണ് കറണ്ട് അഫയർ കുറച്ച് കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലും എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ് 2024 വരുമ്പോൾ അല്ലെ 2024 വരുമ്പോൾ നമ്മൾ കാണേണ്ടത് 90-10 എന്നുള്ളൊരു പാറ്റേൺ ആണ്. 2022-ലും 24-ലും 22-ലും 24-ലും എന്താണ് 90-10 എന്നുള്ള രീതിയിലേക്ക് വന്നു. അതായത് 10 മാത്സ് ആണ് എന്തുള്ളത് ചോദിച്ചിട്ടുള്ളത്. 90 എന്താണ് ഇംഗ്ലീഷും GK ഭാഗത്ത് നിന്ന് എന്താണ് ഇമ്പോർട്ടൻസ് വന്നു. അതിൽ തന്നെ 50 മാർക്ക് ഇംഗ്ലീഷിന് വന്നു. 50 ഇംഗ്ലീഷ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ എന്ത് ചെയ്യണം വളരെ നന്നായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് ഈ പറഞ്ഞ GKയിൽ കറണ്ട് അഫെയറിന് എന്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. കറണ്ട് അഫെയർ കൂടുതൽ മൈന്യൂട്ട് ആയിട്ടുള്ള കറണ്ട് അഫെയർ പോയിന്റ് എന്താണ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഇംഗ്ലീഷ് അല്ലെ ഇംഗ്ലീഷിലെ ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ നിന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് വൊക്കാബുലറി മാത്രമല്ല വൊക്കാബുലറിയും ഗ്രാമറും എന്ത് ചെയ്യണം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. വൊക്കാബുലറി നമുക്ക് എന്താണ് എത്രത്തോളം നമുക്ക് എഡ്ജ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താണ് ഗ്രാമർ നമുക്ക് എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താണ് ആ ഒരു പാറ്റേൺ ആണ് ചോദ്യങ്ങൾ വരിക. എന്നാൽ വൊക്കാബുലറി എങ്ങനെയാണ് നമ്മുടെ പദസമ്പത്തും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അറിയുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് എത്താം. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യണം വൊക്കാബുലറി എന്ത് ചെയ്യണം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്രീസ് നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻ മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് 90-10 എന്നുള്ള രീതിയിലാണ് എന്തിട്ടുള്ളത് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. 2022-ലും ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ തുടങ്ങിയ സമയത്ത് 2014 നമ്മൾ എന്താണ് പറഞ്ഞപ്പോൾ എന്താണ് അത് 80-20 എന്നായിരുന്നു അല്ലെ 80-20 എന്നായിരുന്നു. എന്നാൽ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്താണ് 90 എന്താണ് ജനറൽ സ്റ്റഡീസ് ഭാഗത്തുള്ള ചോദ്യങ്ങളും പിന്നെ എന്താണ് ഇംഗ്ലീഷും ചേർത്ത് അത് 90-ഉം പിന്നെ എന്താണ് 10 മാത്തമാറ്റിക്സും എന്നുള്ള രീതിയിലേക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ പാറ്റേൺ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ് 2014 ചോദ്യങ്ങൾ വന്ന രീതി പിന്നെ എന്താണ് 2024 ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമിലും ചോദ്യങ്ങൾ വന്ന രീതി എന്നുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി നമുക്ക് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ പേപ്പർ ഗെറ്റിംഗ് ടഫർ എവരി സൈക്കിൾ അല്ലെ എന്താണ് കുറച്ച് ടഫായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്ത് ചെയ്തു കുറച്ച് എന്താണ് ഒരു ടഫർ എന്താണ് സിറ്റുവേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളത്. 2014 അല്ലെ 2014 എന്താണ് സ്റ്റാറ്റിക് GK ഭാഗത്ത് നിന്ന് നമ്മൾ ചോദ്യങ്ങൾ കൂടുതലായിട്ട് കണ്ടുവെങ്കിൽ 2024 വരുമ്പോൾ എന്താണ് അതിൽ കറണ്ട് അഫെയറിനൊക്കെ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നു. അപ്പോൾ അതിലെന്താണ് ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ആ രീതിയിലേക്ക് എന്ത് ചെയ്ത് ടഫ്നെസ് എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ എന്താണ് കറണ്ട് അഫെയറിന്റെ ട്രെൻഡ് അല്ലെ കറണ്ട് അഫെയറിന്റെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് കറണ്ട് അഫെയറിന്റെ ട്രെൻഡ് എന്താണ് കൂടുക തന്നെയാണ് ചെയ്തത്. കറണ്ട് അഫെയറിന്റെ ട്രെൻഡ് എന്താ കൂടി ഡബിൾ ആയി. അതിൽ തന്നെ എന്താണ് ആ കറണ്ട് അഫെയർ എന്താണ് മൈന്യൂട്ട് ആയിട്ടുള്ള കറണ്ട് അഫെയർ ചോദിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം കറണ്ട് അഫെയറിന്റെ പ്രിപ്പറേഷനും നടത്തണം എന്നുള്ളതാണ്. പിന്നെ എന്താണ് ജുഡീഷ്യറി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ട്രെൻഡോ
അതും കൂടി അല്ലെ നമ്മൾ കണ്ടു. എന്താണ് CRPCയിലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ BNSന്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു, ആ ഒരു രീതിയിലേക്ക് മാറി. 2014 ബേസിക് ആയിട്ടുള്ള പൊളിറ്റിയാണ് ചോദിച്ചത്. 2016 എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻസ്, 2019 ജുഡീഷ്യറിക്ക് എന്താണ് ഇമ്പോർട്ടൻസ് ഉള്ള രീതിയിൽ വന്നു. 2020 കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസെപ്റ്റ് വന്നു. 2022 ജുഡീഷ്യറി ആയിട്ടുള്ള എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു. 2024 എന്ത് ചെയ്തു, ജുഡീഷ്യറിയും കണ്ടംപററി ലീഗൽ അഫയേഴ്സ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ചോദ്യങ്ങളും എടുത്ത് പരിശോധിച്ചിട്ടില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളെയും PYQs എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് സോൾവ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. നമ്മൾ ആ ഒരു ട്രെൻഡാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏത് ട്രെൻഡിലേക്ക് 2014 നിന്നും 2024 വരുമ്പോൾ അതിന്റെ ട്രെൻഡ് എങ്ങനെയാണ്, അല്ലെ അതിന്റെ എന്താണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ട്രെൻഡ് എങ്ങനെയാണ് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലോയുടെ അവയർനെസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്താണ് തീർച്ചയായും അല്ലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എന്താണ് ചോദ്യങ്ങൾക്ക് കുറച്ചധികം എന്താണ് ഇമ്പോർട്ടൻസ്, കുറച്ച് എഡ്ജ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ യൂഷ്വലി കാണാറുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട് എന്തുണ്ട്, കുറച്ച് എഡ്ജ് അതിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എന്താണ് ഓൾഡ് പാറ്റേൺ നമ്മൾ 2014 നമുക്കുണ്ട്. സ്റ്റാറ്റിക് GK ആണ്. സ്റ്റാറ്റിക് GK എന്താണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള GK എന്താണ് പോർഷൻസ് തന്നെയാണ്. ഇംഗ്ലീഷും എന്താണ് അത്യാവശ്യം എന്താണ് സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ റീസണിങ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ പുതിയ ഒരു രീതിയിലേക്ക് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ലേറ്റസ്റ്റ് എക്സാമിന്റെ പാറ്റേൺ നമുക്ക് കാണുകയാണെങ്കിൽ കറണ്ട് അഫെയർ എന്താണ് വളരെയധികം ഇമ്പോർട്ടൻസ് തോന്നും. അഡ്വാൻസ് വൊക്കാബുലറിയിലും എന്താണ് നമുക്കെന്താണ് 50 ഇംഗ്ലീഷിൽ എന്താണ് വൊക്കാബുലറിയിൽ എന്താണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ വൊക്കാബുലറി എന്ത് ചെയ്യണം, നമ്മൾ കാര്യമായിട്ട് തന്നെ എന്താണ് ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഗ്രാമർ നമുക്കറിയാം. എന്താണ് ഗ്രാമർ നമുക്ക് എന്താണ് കുറേ കാര്യങ്ങൾ എന്താണ് പഠിച്ചു പോയി കഴിഞ്ഞാൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളേ വരുള്ളൂ. എന്നാൽ വൊക്കാബുലറി എന്താണ്, വൊക്കാബുലറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എത്രയും വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് ഒരു എഡ്ജ് നമുക്ക് എന്ത് ചെയ്യും ഈ എക്സാമിൽ കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, ജുഡീഷ്യറിയുടെയും ലീഗൽ നോളജും കാര്യങ്ങളൊക്കെ, ജുഡീഷ്യറിയുടെ അവയർനെസ്, ലീഗൽ എന്താണ് നോളജും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും വേണം. അപ്പോൾ എന്താണ് കോടതിയുമായിട്ട്, അതായത് നമ്മുടെ കോർട്ട് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി എന്താണ് ഹൈക്കോടതികൾ, നമ്മുടെ കേരള ഹൈക്കോടതിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം അല്ലെ. കേരള ഹൈക്കോടതിയുടെ സ്ട്രെങ്ത്, ബെഞ്ച് കാര്യങ്ങൾ എന്താണ്, ചീഫ് ജസ്റ്റിസ്, മുൻ ജഡ്ജിമാർ, മുൻ എന്താണ് ഇത് വനിതാ ജഡ്ജിമാർ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എന്താണ് അതിനെ കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ പഠിക്കുക അല്ലെ. ഏതൊക്കെ പ്രധാനപ്പെട്ട കേസുകൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ലാൻഡ്മാർക്ക് കേസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ലാൻഡ്മാർക്ക് കേസുകളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു രീതിയിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷനെയും നമ്മുടെ ജുഡീഷ്യറി ഒക്കെ എന്ത് ചെയ്യണം, കുറച്ച് ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ പാറ്റേൺ മാറി. നമുക്ക് എന്താണ് 2014 നമ്മൾ കണ്ടിരുന്ന പാറ്റേണിൽ നിന്നും 2024 നമ്മൾ പാറ്റേണിലേക്ക് വരുമ്പോൾ എന്താണ് ചോദ്യങ്ങൾക്ക് എന്താണ് ടഫ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. അതിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബുലറി ഓർക്കണം. നമ്മൾ എന്താണ് 90 മാർക്ക് നമ്മൾ GK ആൻഡ് ഇംഗ്ലീഷ് പറഞ്ഞു, അതിൽ 50 മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ 50 മാർക്ക് ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ എന്താണ് വൊക്കാബുലറി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സാധാരണഗതിയിൽ കാണാത്ത രീതിയിലുള്ള വൊക്കാബുലറി ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വൊക്കാബുലറി നമ്മൾ എന്ത് ചെയ്യണം, വളരെ മികച്ച രീതിയിൽ തയ്യാറെടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, വൊക്കാബുലറി നമ്മൾ മികച്ച രീതിയിൽ തയ്യാറെടുക്കണം. എന്താണ് നമ്മുടെ പദസമ്പത്തും കാര്യങ്ങളൊക്കെ എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം, പഠിക്കണം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ എന്ത് ചെയ്യണം, കോച്ചിങ് അല്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് എന്താണ് നമുക്ക് എന്താണ് വളരെ അടുത്ത് തന്നെ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്ന മാസം അല്ലെ ജൂലൈയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഒരു ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ആ ബാച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, അതായത് PYQs ആരംഭിക്കും നമ്മൾ അല്ലെ. 2014 മുതൽ എന്ത് ചെയ്യണം, 2024 വരെയുള്ള PYQസിന്റെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങളും സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് വന്ന് പിന്നെ 2024 വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലേക്ക് മാറി. അപ്പോൾ അതിനനുസരിച്ചുള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടവർ അല്ലെ, ബാച്ചിൽ എന്താണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, ഈ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഈ ഒരു എക്സാം പാറ്റേണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഒരു ബോധമുണ്ടായിരിക്കണം. നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് ഇത് തന്നെയാണ്, മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ്. മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സിലബസും മുൻവർഷ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു എന്താ പറയണ്ടേ, നിങ്ങൾ മനപ്പാടാക്കിയിരിക്കണം. ഓക്കെ, സിലബസും മുൻവർഷ ചോദ്യങ്ങളും എന്ത് ചെയ്യുക, മനപ്പാടാക്കിയിരിക്കുക. ആ സിലബസിലെ ഓരോ മൊഡ്യൂളിനെ, ഓക്കെ ടോപ്പിക് ആയിട്ടുള്ള ഓരോ മൊഡ്യൂളിനെ നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റിവെച്ച് ആ മൊഡ്യൂളിൽ എന്ത് ചെയ്യണം, ഡെപ്തായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. അതിന് ആ ഒരു രീതിയിൽ പഠിക്കുന്നതിന് ഈ സിലബസ് നമ്മുടെ മുൻവർഷ ചോദ്യങ്ങൾ അല്ലെ, മുൻവർഷ ചോദ്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ
സഹായിക്കും. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്ന സെഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം. കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. മുൻവർഷ ചോദ്യങ്ങൾ ഉണ്ടാവും, അതിൻ്റെ സോൾവിങ് സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള കംപ്ലീറ്റ് പാക്കേജ് എന്താണ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം.